എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ ഗ്രീൻവുഡ് പറഞ്ഞിട്ടുള്ള ആ ബ്രിട്ടീഷ് ഓഫീസർ അനിരുദ്ധിന്റെ പിന്നെ ബിനോയുടെ ഒക്കെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരിനെ ശരിക്കും അപമാനിക്കുകയാണ്. നിർത്തിയിട്ട് നമ്മൾ വിചാരിക്കും ആദ്യം നല്ല രീതിക്കല്ലേ വെൽക്കം ഒക്കെ ചെയ്തത്, അപ്പോൾ നല്ല രീതിക്കാണ് സംസാരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് നേരെ തിരിച്ചാണ് ഉണ്ടാവുന്നത്, അവരെ അപമാനിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അനിരുദ്ധ് ആ ഒപ്പിടാനുള്ള പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബോധിതയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ ഒപ്പ് മേടിക്കാൻ വന്നേക്കുന്നത് എന്നൊക്കെ ആളോട് പറയുമ്പോൾ ആൾ പറയാണ്, ഞാനിത് ഈ പ്രോഗ്രാം ഇവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വൈഫിനോട് ചോദിച്ചല്ലാതെ ആളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് ഒപ്പ് തരാൻ പറ്റില്ല എന്നൊക്കെ അനിരുദ്ധിനോട് അയാൾ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആള് വൈഫിനെ വിളിക്കുകയാണ്. അപ്പോൾ വരുന്നത് നമ്മുടെ സൗദാമിനിയാണ്. സൗദാമിനി ഒരു ഇംഗ്ലീഷ് ലുക്കിൽ വരുന്നുണ്ട്, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ലുക്കിൽ വരുന്നുണ്ട്. എന്നിട്ട് ആള് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, അതായത് ആ ബ്രിട്ടീഷ് ഓഫീസർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇത് എൻ്റെ ഭാര്യയാണ്, ബെറ്റി എന്നാണ് പേരെന്ന് പറയുന്നത്, ബെറ്റി ഗ്രീൻവുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൗദാമിനെ കണ്ടത് ഇവരെല്ലാവരും ഞെട്ടാണ്, കാരണം അവളെ ഇവിടെ ഒരിക്കലും അവരൊന്നും പ്രതീക്ഷിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സൗദാമിനിയും ആകെ മുഖമൊക്കെ വീർപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവരെ ശരിക്കും അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രോഗ്രാം തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ സൗരഭ് മോനിത അവിടേക്ക് വരുന്നുണ്ടെങ്കിലും സൗരഭ് ഒരു താഴ്ന്ന ജാതിയിലത്തെ ആളായതുകൊണ്ട് തന്നെ അവിടേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല. പകരം മോനിത എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള അലങ്കാരങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ടൈമിലാവും സൗദാമിനി ബോന്തേനെ കാണുക. എന്നിട്ട് അവിടെയുള്ള ഒരു സർവൻറ്റിനോട് സൗദാമിനി ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബോന്തേനെ അവിടുന്ന് ആ സർവൻറ്റ് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൗദാമിനി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബോന്തേനെ ആ ഒരു സ്ത്രീ വിളിച്ചു കൊണ്ട് പോയിട്ട് അവളോട് ഒരു ജോക്കറിൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബോന്ത ആദ്യമൊന്നും അത് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല, ആളിനിട്ട് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ബലം പ്രയോഗിച്ചിട്ട് അവളുടെ മേലെ അത് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് അവിടെ നിൽക്കുമ്പോഴാവും സൗദാമിനി ഗ്രീൻവുഡിനോട് പറഞ്ഞിട്ട് അവനെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. എന്നിട്ട് അവനെ ഒപ്പം നിർത്തിയിട്ട് അവൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിരുദ്ധ് ആ ഗ്രീൻവുഡിനോട് ആ പേപ്പറിൽ സൈൻ ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഗ്രീൻവുഡ് അതിനെ സമ്മതിക്കുന്നില്ല. ഈ ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു കഴിവില്ല, അവരൊക്കെ വിഡ്ഢികളാണ്, പിന്നെ എന്ത് ഇതിലാണ് ഞാൻ ഇവർക്കൊക്കെ ഇതിന് സൈൻ ഇട്ട് കൊടുക്കുക, അതിന് അധികാരം കൊടുക്കുക, അവർക്ക് പഠിക്കാനുള്ള അധികാരം തന്നെ ഇല്ല എന്നൊക്കെ അനിരുദ്ധിനോട് ആ ഗ്രീൻവുഡ് പറയുകയാണ്. അപ്പോൾ അനിരുദ്ധ് തിരിച്ച് അയാളോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചതൊരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനല്ലേ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ ഗ്രീൻവുഡ് പറയുകയാണ്, അത് അവൾ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ ഒന്നല്ല, ഇന്ത്യത്തെ സ്ത്രീകളുടെ മൈൻഡ് ഒന്നല്ല, അവൾക്ക് ശരിക്കും ഒരു ബ്രിട്ടീഷുകാരുടെ മൈൻഡ് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചതെന്ന് ഗ്രീൻവുഡ് പറയുമ്പോൾ സൗദാമിനിയും പറയുന്നുണ്ട്, എനിക്ക് ഇവിടെയുള്ള സ്ത്രീകളോടൊക്കെ വെറുപ്പാണ്, അവർക്കൊരു ബുദ്ധിയില്ല, വെറും വിഡ്ഢികൾ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തീരെ വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള സ്ത്രീകളോട് വെറുപ്പാണെന്ന് അവരെ അപമാനിച്ചിട്ട് തന്നെ സൗദാമിനി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് തീരെ ഇഷ്ടമാവുന്നില്ല, അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഒരിക്കൽ ഇന്ത്യയിലത്തെ സ്ത്രീകൾക്കും പഠിക്കുക തന്നെ ചെയ്യും, അവർക്കും നല്ല ഒരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടാവുക ചെയ്യും അവന് അവരോട് വെല്ലുവിളിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ബോന്തേനെയാണ്. അപ്പോൾ ബോന്തിത അവിടെയുള്ള ഒരു സ്പ്രേയുടെ കുപ്പി എടുത്തിട്ട് ആ സ്ത്രീയുടെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ബലം പ്രയോഗിച്ചിട്ട് ആ ജോക്കറിൻ്റെ ഡ്രസ്സ് ഇടാൻ നോക്കിയല്ലേ ആ സ്ത്രീ, അപ്പോൾ അത് തടുക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ കണ്ണ് നേറിയിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ അനിരുദ്ധിൻ്റെ പേര് എഴുതുന്നുണ്ട്, ഒരു മഷി കൊണ്ട്, അവിടെയുള്ള ഒരു മഷി കൊണ്ട് എഴുതുന്നുണ്ട് അവൻ്റെ പേര്. പിന്നെ സൗദാമിനെ കാണിക്കുകയാണ്. അപ്പോൾ സൗദാമിനി അവൾ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്, ബോന്തിത ഇപ്പോൾ ആ ജോക്കറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരും, അപ്പോൾ എല്ലാവരും മുമ്പിലും അവൾ വീണ്ടും അപമാനിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യത്തെ പെണ്ണുങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് മനസ്സിലാവും എന്ന് അവൾ നിന്നിട്ട് സന്തോഷത്തോടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ബോന്തിത ആ ഒരു പേപ്പർ ഇട്ട് അവിടെ എല്ലാവരോടും നടന്ന് ചോദിക്കുകയാണ്, എൻ്റെ പത്തിബാബുവിനെ കണ്ട് ഇത് ആളുടെ പേരാണെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനിരുദ്ധും അവിടെയുള്ള എല്ലാവരും കാണുകയാണ്, ഗ്രീൻവുഡും സൗദാമിനിയൊക്കെ കാണുകയാണ്. അപ്പോൾ സൗദാമിനി ഞെട്ടാണ്, കാരണം അവൾ ഈ ഒരു രീതിയിലല്ല ബോന്ത് വരുന്ന പ്രതീക്ഷിച്ച് ജോക്കറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് അവൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അത് കണ്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനെ ബോന്തേനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. ശരിക്കും അവരുടെ എല്ലാവരും മുമ്പിൽ ഒരു അഭിമാനം തോന്നുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ, എനിക്ക് ഇപ്പോൾ ഒരു തെളിവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഈ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ പഠിക്കാനൊരു കഴിവുമില്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ബോന്തിത അവളുടെ ഭർത്താവിനെ തേടിയിട്ട് അവൾ പേരെഴുതിയിട്ട് ഒരു പേപ്പറിൽ കൊണ്ട് നടക്കുന്നത് കണ്ടില്ല, അവളുടെ ധൈര്യം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. പിന്നെ ബോന്തിത സൗദാമിനെ കാണുന്നുണ്ട്. അപ്പോൾ സൗദാമിനെ കണ്ടിട്ട് അവൾ ഒരുപാട് ഞെട്ടുന്നുണ്ട്, കാരണം
വന്ന് അവളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പിന്നെ അവളെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബോന്ത അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാവും അവിടേക്ക് അനിരുദ്ധ് വരുന്നത്. എന്നിട്ട് അനിരുദ്ധ് അവളോട് ചോദിക്കുകയാണ്, ബോന്ത നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ബോന്ത പറയാണ്, ആ ഹീരാമണ്ടിയിൽ നിന്ന് കൊടുത്ത പെൺകുട്ടികളിലൊന്നും കാണാനില്ല, അപ്പോൾ അത് പറയാനാണ് ഞാനിവിടെ വരെ വന്നതെന്ന് അനിരുദ്ധിനോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് ഞെട്ടാണ്. എന്നിട്ട് അനിരുദ്ധ് പറയാണ്, നമുക്ക് എന്തായാലും ഇപ്പോൾ അവരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവളത് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സൗദാമിനി പറയാണ്, ഗ്രീൻവുഡിൻ്റെ അനുവാദമില്ലാണ്ട് ആർക്കും ഈ ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അവൾ. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അനിരുദ്ധും ബോന്തയും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ താമസിച്ചേന്ന് അവിടേക്ക് പോവാണ്. എന്നിട്ട് അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ അനിരുദ്ധിനൊരു എംബ്ലം ഉള്ള ഒരു തുണി കിട്ടുകയാണ്, അതായത് ഗ്രീൻവുഡിൻ്റെ ആൾക്കാരുടെ അത്. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് അവരിനൊക്കെ കൊണ്ടുപോയത് ഗ്രീൻവുഡ് ആണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ത്രിലോചനും ബിനോയും കൂടി സംസാരിക്കാനാണ് കാണിക്കുന്നത്. ത്രിലോചൻ പറയുന്നുണ്ട്, ആ കർഷകരുടെ കാര്യവും പിന്നെ നമ്മുടെ ഫാക്ടറിയുടെ കാര്യമൊക്കെ പോയിട്ട് ആ ഗ്രീൻവുഡിനോട് സംസാരിക്കുക, എന്നാലല്ലേ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബിനോയ് അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴേക്കും ആ ഗ്രീൻവുഡ് പറഞ്ഞിട്ടുള്ള ആ ബ്രിട്ടീഷുകാരൻ ഒരു മദ്യത്തിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ആളുടെ കാലുമ്മയ്ക്ക് ഒഴിക്കുകയാണ്. ബിനോയുടെ കാലുമ്മയ്ക്ക് ആ മദ്യമൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് ബിനോയോട് തന്നെ തുടക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയും പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ തുടയ്ക്കണമെന്ന് ബിനോയോട് പറയുന്നുണ്ട്, എന്നാലേ ഇതൊക്കെ നടക്കുള്ള കർഷകർക്ക് അവരുടെ നീതി ലഭിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനോട് മദ്യം കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മദ്യം കാരണം ത്രിലോചൻ പറയുമ്പോൾ ഒരു തുള്ളി മദ്യം പോലും കുടിക്കുന്നില്ലല്ലോ. അപ്പോൾ ആൾക്കെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു തെറ്റായിട്ടാണ് ആൾ കണക്കാക്കുന്നത്. പക്ഷേ ആ ബ്രിട്ടീഷുകാരൻ ത്രിലോചനോട് പറയാണ്, ഈ മദ്യം കുടിച്ചാലാണ് ആ കർഷകർക്ക് അതിൻ്റെ ആദായ നീതി കിട്ടുള്ളൂ, പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഫാക്ടറി ഒക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ത്രിലോചന അത് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയിട്ട്, അതായത് ബിനോയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ഇതും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് ബിനോയ് മേടിച്ചിട്ട് തട്ടിയിട്ട് അവിടേക്ക് എറിയാണ്. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ട് സമ്മതിക്കുന്നില്ല. കാരണം ത്രിലോചന് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ മദ്യം കുടിക്കുന്നതൊക്കെ. എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളല്ലേ ത്രിലോചൻ. അപ്പോൾ ഒരിക്കലും ഇങ്ങനൊന്നും തൻ്റെ ചേട്ടൻ ഉണ്ടാവരുത് എന്നുള്ള ഒരു മൈൻഡോട് കൂടിയാണ് ബിനോയ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ ഗ്രീൻവുഡ് പറഞ്ഞിട്ടുള്ള ആ ബ്രിട്ടീഷുകാരൻ അവിടെയുള്ള ഹീരാമണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടികളൊക്കെ ഈ ത്രിലോചൻ്റെ ബിനോയുടെ ചുറ്റോറം ഡാൻസ് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്താണ് അനിരുദ്ധ് അവിടേക്ക് വരുന്നത്. അപ്പോൾ അനിരുദ്ധ് ദേഷ്യപ്പെട്ടിട്ട് അത് നിർത്തുകയാണ്. എന്നിട്ട് അയാളോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടേതായ സ്ഥാനം കൊടുക്കണം, അവരെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് അനിരുദ്ധ് പറയുന്നത്. അതായത് ആ പെൺകുട്ടികളെ ബഹുമാനിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനാണ് അവരെ ബഹുമാനിക്കേണ്ടത്? അവർ ഹീരാമണ്ടിയിലുള്ള ഒരു വെറും വേസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരൻ അവരെ കുറെ അപമാനിക്കുന്നുണ്ട്. സൗദാമിനിയും അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് സൗദാമിനി പറയുകയാണ്, നിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ നീ കൊടുക്കാൻ ഇരിക്കുന്ന ഈ സ്ഥാനമൊക്കെ ഇപ്പോൾ ഇവർക്കും കൊടുക്കാൻ നീ നിൽക്കുകയാണോ എന്നൊക്കെ വെറുതെ ഇങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അപ്പോൾ ബോന്തി അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം തരുന്ന പോലെ ഇവർക്കും വിദ്യാഭ്യാസം കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധിന് അപ്പോഴാണ് ഈ ബുദ്ധി ഉദിക്കുന്നത്. അപ്പം എന്നിട്ട് അവൻ അവരോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ബാക്കിയുള്ള 5 കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ വിദ്യാഭ്യാസം അവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടിയിട്ട് തന്നെ സ്കൂളിലേക്ക് പോകുക. അപ്പോൾ അതിനുള്ള അധികാരമാണ് ഞാൻ ചോദിക്കുന്നത്, അതിനുള്ള ഒപ്പാണ് എനിക്ക് വേണ്ടതെന്ന് അനിരുദ്ധ അവരോട് ചോദിക്കുകയാണ്, ഗ്രീൻവുഡിനോട് പറയുകയാണ്. അപ്പോൾ ഗ്രീൻവുഡ് പറയാണ്, ആ ശരി, അപ്പോൾ ഞാൻ എന്തായാലും ഇവരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക, അതിനുള്ള പെർമിഷൻ ഞാൻ തരാം. പക്ഷേ എനിക്ക് ഇവരെല്ലാവരും സ്കൂളിൽ പോകാൻ യോഗ്യരാണോ എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കണം. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ എന്ന് ഗ്രീൻവുഡ് പറയുകയാണ്. അവരൊരു കോമ്പറ്റീഷൻ നടത്തന്നെ വേണം. ഈ പഠിക്കുന്ന കുട്ടികളുള്ള ആൺകുട്ടികളില്ലേ, അപ്പോൾ അവരിനായിട്ട് ഒരു കോമ്പറ്റീഷൻ തന്നെ നടത്തണം. എന്നിട്ട് ഇവർ വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് പഠിക്കാനുള്ള അധികാരം ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് പേടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഗ്രീൻവുഡ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ, ഈ പെൺകുട്ടികൾ ജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ അധികാരം ഇവിടുന്ന് ഈ വില്ലേജിൽ നിന്ന് തന്നെ, അതായത് ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവും. പിന്നെ ഈ കർഷകരുടെ ഈ നീതിക്ക് അവർക്ക് നീതി ലഭിക്കും, പിന്നെ ഇവർക്ക് പഠിക്കാനുള്ള അധികാരം ലഭിക്കും, എല്ലാം ലഭിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പെൺകുട്ടികൾ തോറ്റുപോയാൽ എന്ന് പറയുമ്പോൾ സൗദാമിനി പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അടിമേറ്റ് ജീവിതകാലം മുഴുവൻ, അവൻ്റെ ജീവിതം മുഴുവൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പം അവന് അതിന് സമ്മതമാണെന്ന് പറയുമ്പോഴേക്കും സൗദാമിനി പറയാണ്, കഴിഞ്ഞിട്ടില്ല, നീ എന്തിനത്ര ധൃതി കൂട്ടണേ, എനിക്ക് ഇനിയും ഉണ്ട് പറയാൻ. നിൻ്റെ അച്ഛനും പിന്നെ നിൻ്റെ കാക്ക സസുർജി, അതായത് ത്രിലോചനും ബിനോയും എല്ലാവരും ഞങ്ങളുടെ അടിമകളായിട്ട് നിൽക്കുക തന്നെ വേണം. പിന്നെ റോയ് ചൗധരി ഹവേലി ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ തോറ്റാലെന്ന് അവൾ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ത്രിലോചൻ പറയാണ്, ഞങ്ങൾക്കും ഇത് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം ബിനോയും പറയുന്നുണ്ട്, ഞാൻ ഇത്ര
കാലം വിദേശികളുടെ ഒപ്പം നിന്നിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ചേട്ടൻ്റെ ഒപ്പം എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ നിൽക്കാൻ പോവുകയാണ്, എനിക്കിതിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരവിടുന്ന് പിരിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സൗദാമിനിയോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതായത് നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടിട്ടൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു പാഠം തന്നെ എൻ്റെ ഭർത്താവ് പഠിപ്പിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ഇതുവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ആ പഴയ പോലെ തന്നെ, നിങ്ങൾ ഇപ്പോഴും മോശപ്പെട്ട സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോനിത അവളുടെ നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടിട്ട് അവളെ അപമാനിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കാണിക്കുന്നത് ബോനിതയും അനിരുദ്ധും തമ്മിൽ സംസാരിക്കുന്നതാണ്. നമുക്ക് ഈ ഇത് ജയിക്കാൻ വേണ്ടിയിട്ട്, കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്നൊക്കെ അനിരുദ്ധ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും വിജയിക്കുന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ അവരോട്, അതായത് ആ പെൺകുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച്. പക്ഷെ അവരൊരു ആളും ഇതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അവർക്ക് ഇതെന്തായാലും പഠിക്കാൻ പറ്റില്ല, അവരെന്തായാലും ജയിക്കില്ല, നമ്മളെന്തായാലും തോക്കും എന്ന് പറഞ്ഞിട്ട് അവരതിന് വരില്ല എന്ന് തന്നെ പറയുകയാണ് അവനോട്. മറുഭാഗത്ത് ത്രിലോചനും പിന്നെ ബിനോയും ഒക്കെ കൂടിയിട്ട് ഗ്രാമവാസികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഗ്രാമവാസികളെ സമ്മതിക്കുന്നില്ല. ഹീരാമണ്ടിയത്തെ പെൺകുട്ടികളെ കൊണ്ട് അവരുടെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് വെല്ലുവിളിച്ചിട്ട് ഓരോ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ത്രിലോചൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ ഗ്രാമവാസികൾക്ക്. പിന്നെ അനിരുദ്ധനെ കാണിക്കുകയാണ്. അനിരുദ്ധ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പെൺകുട്ടികളെ അവൻ ഇവിടുന്ന് മാറ്റാൻ പോവുകയാണ്, ബോന്തയുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പം അതിൽ അവൻ എഴുതുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു പെൺകളെ പോലെയാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നത്, ഞാൻ ഒരു സഹോദരൻ എന്ന രീതിയിൽ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കണില്ല, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അവൻ എഴുതുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മാസം മാസം ഞാൻ എന്തായാലും പൈസ അയച്ചു തരാം, അപ്പോൾ ബോന്തയുടെ അമ്മ നിങ്ങൾക്ക് ഒരു കുറവും കൂടാതെ നിങ്ങളെ നോക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ലെറ്റർ എഴുതുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ബോന്തിത്ത ആ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ടെലിഫോണല്ലേ, അവൾ ടെലിഫോണായിട്ട് യൂസ് ചെയ്യണം, ആ സംഭവം എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഒരു ചിരട്ട അവന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് അവൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ബോന്തയുടെ അമ്മയാണ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ടെൻഷനിലല്ലേ, നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് നല്ല ടെൻഷനിലല്ലേ മരുമോനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവന് ബോന്തിത്താന്ന് വിളിക്കാൻ പറ്റുകയാണ്. എന്നിട്ട് അവന് പറയുന്നുണ്ട് അവളോട്, അതായത് എനിക്കൊരു പേടിയില്ല, എനിക്ക് നാളെ അതിനെക്കുറിച്ച് ഒരു പേടിയില്ല, നാളെ നമ്മൾ ചിന്തിക്കേണ്ട, അതായത് നമ്മളെ സ്വപ്നത്തിനെ കുറിച്ചാണ് എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബോന്ത പോയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ആ ഗ്രീൻവുഡിൻ്റെ അടുത്തേക്ക് പോവാണ്. അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ആരും അവൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അങ്ങനെ അവൻ അവിടെ ചെന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തിത അവന് ആ എഴുതിയ ലെറ്റർ ആയിട്ട് ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് ബോന്തോട് വായിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ബോന്ത പറയുന്നത്, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ എഴുതിയിട്ടുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടു അത് എഴുതുമ്പോൾ എൻ്റെ പത്തിതാവ് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു എന്ന് അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ബോന്ത അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവനെ എല്ലാവരുടെ മനസ്സ് മാറ്റിയാണ് പഠിക്കാനുള്ള ഒരു ഇതിലേക്ക് അവളാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ ത്രിലോചന കാണിക്കുന്നുണ്ട്. ത്രിലോചന ഗ്രാമവാസികളിനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സ് മാറ്റുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ വരുന്നുണ്ട്, അവൻ്റെ കൂട്ടിനെ അവൻ്റെ അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ബ്രിട്ടീഷുകാരൻ കുറേ അപമാനിക്കുന്നുണ്ട്, സൗദാമിനിയും അവനെ കുറേ അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് പട്ടിയുടെ ബെൽറ്റൊക്കെ നിലത്തിട്ടിട്ട് അത് എടുക്കാനൊക്കെ അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഇനി മുതൽ നീ എൻ്റെ അടിമയാണ്, അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാട്ടവാർ എടുത്തിട്ട് അവൻ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ടൈമിൽ തന്നെ ആ ചാട്ടവാർ വന്നിട്ട് നമ്മുടെ ബോന്തിത്തെയും ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ വന്നിട്ട് പിടിക്കുകയാണ്. അപ്പം അങ്ങനെ ത്രിലോചനും അവിടേക്ക് ഗ്രാമവാസികളെ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അവർ ആ കോമ്പറ്റീഷൻ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അവർ ആ ബ്രിട്ടീഷുകാർ അവരുടെ ഭാഗത്തുള്ള ആ കുട്ടികളെ നന്നായി പഠിക്കുന്നതും നല്ല കഴിവുള്ളതും ആയിട്ടുള്ള കുട്ടികളെ കാണിക്കുന്നുണ്ട്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബോന്തിത അവളുടെ ഒപ്പമുള്ള ആ കുട്ടികളെ, അത് ആ പെൺകുട്ടികളിനെ ഇല്ലേ, ആ ഹീരാമണ്ടിയിൽ നിന്ന് കൊടുക്കുന്ന ആ പെൺകുട്ടികളെയും ബോന്തിത നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പട്ടൂക്കിൻ്റെ സ്കൂളിലത്തെ പ്രിൻസിപ്പാളാണ് ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, ആ കോമ്പറ്റീഷൻ കൊണ്ടുപോകുന്നത് ആളാണ്. അപ്പോൾ ആൾ വലിയ 2 ബുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കോമ്പറ്റീഷൻ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. പിന്നെ അനിരുദ്ധ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുന്നത് കാണിക്കുന്നുണ്ട്. അവന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അവൻ അതൊക്കെ തരണം ചെയ്തിട്ട് തന്നെ അവനെ പഠിപ്പിക്കുന്നുണ്ട്. സൗദാമിനി ഇതിൻ്റെ ഇടയിൽ ഒരു ബാൻഡ് സെറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അതങ്ങനെ ബാൻഡ് സെറ്റൊക്കെ അവിടെ നിന്ന് കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യമാക്കാണ്ട് അവർ ഇരിക്കുന്നുണ്ട്. പിന്നെ ബോന്തിത്തനെ കാണിക്കുകയാണ്. അപ്പോൾ ബോന്തിത്തോട് ബിനോയ് പറയുന്നുണ്ട്, നീ നന്നായി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അതുവരെ നീ വീട്ടിലുള്ള ഒരു ജോലി നീ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ത്രിലോചൻ പറയാണ്, എന്നാൽ ശരി, നീ അടുക്കളയിൽ ഇരുന്നിട്ട് മാത്രം പഠിക്കാൻ പാടുള്ളൂ, നീ മറക്കരുത്, നീ ഇവിടുത്തെ മരുമോളാണെന്ന കാര്യം നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചന അവളോട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് ആയിട്ടുണ്ട്, അതായത് ബോന്തിത്തനെ കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു മൈൻഡ് ആയിട്ടുണ്ട് അവർക്ക്. ആ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡാണ് ഇപ്പോൾ ബിനോയ്ക്കും ത്രിലോചനും എല്ലാവർക്കും ഉള്ളത്.
അങ്ങനെ അനിരുദ്ധ് ബോന്തേനായിട്ട് അവിടുന്ന് പോകുന്നുണ്ട് ഇപ്പോൾ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാ പെൺകുട്ടികളും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അതിലൊരു കുട്ടി അവിടെയുള്ള ആ ബൾബ് പൊട്ടിക്കുകയാണ്, ഒരു കല്ലെറിഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്തത് ആരാന്ന് വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല, ബോന്ത മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അനിരുദ്ധ് ആരത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ബോന്തയോട് പറയുന്നുണ്ട് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ലാസ്റ്റ് അനിരുദ്ധ് ബോന്തയ്ക്കാണ് അതിനുള്ള ശിക്ഷ കൊടുക്കുന്നത്. ബോന്തയോട് പറയാണ് അവിടെ കിടക്കുന്ന 2 വിറകില്ലേ അത് 2 നീ നിർത്താതെ കൂട്ടി ഉരക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഒരു ശിക്ഷയായിട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അത് ഉരക്കുമ്പോൾ അവളുടെ കൈയൊക്കെ നന്നായിട്ട് മുറിയുന്നൊക്കെ ഉണ്ട്. അവൻ നല്ല ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ബോന്തൊക്കെ അറിഞ്ഞിട്ടൊക്കെയാണ് അത് ഉരയ്ക്കുന്നത്. എന്നിട്ട് ഉരച്ചിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് തീ വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ അനിരുദ്ധ് ചിരിച്ചിട്ട് പറയാണ് ഇപ്പം ഞാൻ എടുത്തത് നിങ്ങളുടെ ഫസ്റ്റത്തെ പാടായിരുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അത്ഭുതത്തോടെ തന്നെ ചിരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തേനെയാണ്. ബോന്ത മുഖം മുറിപ്പിച്ചിട്ട് ഒരു അൽമാരിയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് അവിടേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ മുഖം മുറിപ്പിച്ചിട്ടിരിക്കുന്നത്, എന്നോട് ദേഷ്യത്തിലാണോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയാണ് നിങ്ങളല്ലേ പറഞ്ഞത് ആ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് എൻ്റെ സാറ് ഇവിടെ വന്നാൽ എൻ്റെ പത്തിബാബുവാണ് എനിക്ക് ആദ്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന, എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പത്തിബാബുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാവും അനിരുദ്ധ് അവിടെ നിന്ന് എണീച്ച് പോവുക. അപ്പോൾ ബോന്തിത അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് അവളോട് പറയാണ് നീ കൈ നീട്ടാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ ആകെ പേടിക്കുകയാണ്. അന്ന് ആ മാഷടിച്ച കാര്യമൊക്കെ അവൾക്ക് ഓർമ്മ വരികയാണ്. എന്നിട്ട് അവൾ മെല്ലെ മെല്ലെ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ അവന് ഒരു മരുന്ന് എടുത്തിട്ട് അവളെ കൈമൊക്കെ തേച്ച് കൊടുക്കുകയാണ്. കാരണം അവളുടെ കൈയൊക്കെ ആകെ പൊളിഞ്ഞിട്ടുണ്ടാവില്ല, ആ മരം ഇങ്ങനെ കൂട്ടി വരച്ചിട്ട് ആകെ പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ വിഷമത്തോടു കൂടി അതിങ്ങനെ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഒപ്പം പാട്ടൊക്കെ പാടുന്നുണ്ട്, മറ്റേ പാട്ടില്ലേ വിശാല ഓവർകം. അപ്പം അതിന് ഹിന്ദി ആണ് അവർ പാടുന്നത്. അഹം ഹോങ്കെ കാമിയം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സോങ് ആണ് പാടുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.